വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഹമ്മദ് ഷഫീഖ്, VK കെമിസ്ട്രി ടീച്ചർ. മക്കളെ, നാളെ നമുക്ക് കെമിസ്ട്രി എക്സാം ആണ്, നിങ്ങൾക്കറിയാം. ഷുവർ ആൻഡ് 100% ഷുവർ നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായിട്ടും ചോദ്യം ഉണ്ടാകുന്ന ഏരിയ ആണ്. പറഞ്ഞു ശ്രദ്ധിക്കാൻ, നിർബന്ധമായിട്ടും ചോദ്യം ഉണ്ടായിരിക്കണം ഗ്യാസ് ലോസ് അഥവാ വാതക നിയമങ്ങളിൽ നിന്നും. അപ്പൊ ഈ 3 വാതക നിയമങ്ങളിൽ എന്താണെന്ന് അറിയാത്ത കുട്ടികളാണെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം എഴുതാൻ സാധിക്കുകയില്ല. ഇനി ഈ 3 വാതക നിയമങ്ങളെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് പഠിക്കണോ? വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റയടിക്ക് നമുക്ക് പഠിക്കാം. ഇതാ ഈ കാണുന്നത് മാത്രമാണ് നിങ്ങളുടെ ആ 3 വാതക നിയമങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യമുള്ളത് ബോയിൽസ് ലോ ആണ്, അഥവാ ബോയിൽ നിയമമാണ്. എന്താണ് ബോയിൽസ് ലോ പറയുന്നത്? V പ്രൊപ്പോർഷണൽ ടു 1/p എന്നാണ്. അതിനർത്ഥം PV = സ്ഥിരസംഖ്യ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്നാണ്. എന്താ ഇനി നിയമം എന്ന് നമുക്ക് നോക്കാം. ഒരു വാതകത്തിന്റെ മർദ്ദം അതിന്റെ വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് മർദ്ദം കൂടുന്തോറും വ്യാപ്തം കുറയും. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. എപ്പോഴാണ്? അവിടെ ടെമ്പറേച്ചറും അതേപോലെ നമ്പർ ഓഫ് മോളിക്യൂളും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ. വളരെ സിമ്പിൾ ആയിട്ട് ഇത് പഠിക്കാൻ വേണ്ടി ഒരു ട്രിക്ക് എന്താ മക്കൾ നോക്കണടാ. വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോളിക്യൂൾ, ഈ 4 വെച്ചിട്ടാണ് നമ്മൾ ലോ പറയുന്നത്. അപ്പോൾ അതിലിപ്പോ ബോയിൽസ് ലോയിലുള്ളത് പ്രഷറും വോളിയം ആണെങ്കിൽ ബാക്കി 2 എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ഏതാണോ ലോയിലുള്ളത് അതല്ലാത്തതൊക്കെ എന്താക്കുക? കോൺസ്റ്റന്റ് ആക്കുക അഥവാ സ്ഥിരമാക്കുക. ഇനി നമുക്ക് വായിച്ചു നോക്കാം. At a constant temperature and number of molecule, the volume of gas is inversely proportional to its pressure. ഇതാണെന്ത് ബോയിൽസ് ലോ പറയുന്നത്. അപ്പോൾ ബോയിൽ നിയമം നിങ്ങളോട് എഴുതാൻ പറയും. അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചോദിക്കും. അപ്പോൾ എഴുതേണ്ട കാര്യങ്ങളാണ് ഇത്. പിന്നെ ചോദിക്കുന്നത് ഈ നിയമവുമായി ബന്ധപ്പെട്ട അക്വേറിയത്തിലേക്ക് ബലൂൺ താഴ്ത്തുന്നതോ അക്വേറിയത്തിന്റെ താഴെ നിന്നും എയർ ബബിൾ മുകളിലോട്ട് വരുന്നതായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ തന്നിട്ട് ഇത് ഏതുമായി ബന്ധപ്പെട്ട ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ബോയിൽസ് ലോ എന്ന് എഴുതാനായിട്ട് മക്കൾക്ക് സാധിക്കണം. ഓക്കെ ആണല്ലോ. എന്നാൽ അടുത്ത ലോ ആണ് മക്കളെ. ഏതാണ്? ചാൾസ് ലോ ആണ്. ഏതാ? ചാൾസ് ലോ ആണ്. എന്താ ചാൾസ് ലോ? വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചറുമായിട്ട് ഒരു വാതകത്തിന്റെ വ്യാപ്തം നേരനുപാതത്തിലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞ വോളിയം കുറയും. ഇതാണ് ചാൾസ് ലോ പറയുന്നത്. അപ്പൊ ചാൾസ് ലോ ഏതൊക്കെ ആളുകളുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്? വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ്. സോ അതിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ വോളിയവും ടെമ്പറേച്ചറുമാണ് ഇവിടെ ലോയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ലോയിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ആരൊക്കെയായിരിക്കും? പ്രഷറും നമ്പർ ഓഫ് മോളിക്യൂൾസും ആയിരിക്കും. ഓക്കെ, അപ്പോ മർദ്ദവും തന്മാത്രകളുടെ എണ്ണവും ഇവിടെ എന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് ആയിരിക്കും, അത് സ്ഥിരമായിരിക്കും. ആ സമയത്താണ് ഒരു വാതകത്തിന്റെ വോളിയം അഥവാ വ്യാപ്തം അതിന്റെ താപനിലക്ക്, ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആവുന്നത്. ഇതാണ് ചാൾസ് ലോ. ഇനി ചാൾസ് ലോ വെച്ചിട്ടുള്ള സന്ദർഭങ്ങൾ എന്തൊക്കെ ഉണ്ടാവാം? ഒരു വേനൽക്കാലത്ത് ടയറിൽ അഥവാ വാഹനങ്ങളുടെ ടയറിൽ നമ്മൾ കുറച്ച് കാറ്റ് മാത്രം അടിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാം, വേനൽക്കാലത്ത് കുറച്ച് കാറ്റ് അടിച്ചിട്ടില്ലെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, അപ്പൊ ടയർ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് മാത്രം ടയറിലൊക്കെ കാറ്റടിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണ് ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഒരു ബലൂൺ ഊതി വീർപ്പിച്ചതിന് ശേഷം വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകുന്നു. എന്താ? വെയിൽ കൊള്ളുമ്പോൾ ബലൂണിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ വ്യാപ്തം കൂടുന്നത് കാരണം അത് ബലൂൺ പൊട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ബലൂൺ തന്നെ നമ്മൾ വീർപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചാൽ തണുപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തം കുറയും. അതും ചാൾസ് ലോ തന്നെയാണ്. അപ്പൊ ചൂട് എന്ന് കേൾക്കുമ്പോൾ മാത്രം ചാൾസ് ലോ ആലോചിച്ചാൽ പോരാ, തണുപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ചാൾസ് ലോ ആലോചിക്കണം. തണുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ചൂട് കുറയ്ക്കലാണല്ലോ. അപ്പോ നോക്കിയ മക്കളെ, ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആ ബലൂണിന് എന്താണ് അവിടെ ടെമ്പറേച്ചർ, താപനില കുറയുന്നത് കാരണം അതിന്റെ വോളിയം കുറയുന്നു, അതുകൊണ്ട് അത് ചെറുതാകുന്നു. അപ്പൊ ഇത്തരം സന്ദർഭങ്ങൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ ചാൾസ് ലോ എന്ന് എഴുതാൻ കഴിയണം. അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചോദിച്ചാൽ V പ്രൊപ്പോർഷണൽ ടു T എന്ന് എഴുതാം, അല്ലെങ്കിൽ V/T = കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരസംഖ്യ എന്ന് പറയാനായിട്ട് കഴിയും. ഇനി അടുത്തത് എന്താണ്? അടുത്ത ലാസ്റ്റ് ലോ ആണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്ന അവഗാഡ്രോ നിയമം. മക്കളെ, ഈ നിയമത്തിൽ എന്താ പറയുന്നത്? വോളിയം ഓഫ് ഗ്യാസും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ മക്കളെ നോക്കിക്കേ, ഇവിടെ വോളിയവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ എന്താ ബന്ധം? എണ്ണം കൂടിയാൽ വോളിയം കൂടും. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. എണ്ണം കൂടിയാൽ വോളിയം കൂടും. സ്വാഭാവികമായിട്ടും അത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, അഥവാ നേർ അനുപാതത്തിലാണ്. അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ഗണിത രൂപം എന്താ? ഒന്നുകിൽ ഇത് എഴുതാം, അതല്ലെങ്കിൽ V/N = സ്ഥിരസംഖ്യ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്നുള്ള രൂപത്തിൽ എഴുതാം. ഓക്കെ മക്കളെ, ഇനി അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റും നിങ്ങളോട് ചോദിക്കാം.
ഇവിടെ മക്കൾ നോക്കുക, വോളിയവും നമ്പർ ഓഫ് മോളിക്യൂളുമാണ് ഇവിടെ ലോയിലുള്ളത്, അതായത് നിയമത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രഷറും ടെമ്പറേച്ചറും ഇല്ല, അത് രണ്ടും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. അപ്പൊ നമുക്ക് പറയാം മറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം എന്ന് പറയാം, സോറി ഇറ്റ്സ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയാം. ഓക്കെ, സ്ഥിരമായ മർദ്ദത്തിലും താപനിലയിലും വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ തന്മാത്രകളുടെ എണ്ണത്തിന് നേരാനുപാതികമാണ്. ഇനി ഒരു കുട്ടി ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ലങ്സ് അതിന്റെ വോളിയം കൂടുന്നു, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ലങ്സിന്റെ വോളിയം കുറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ഏതാണ്? ഇത് അവഗേഡ്രോ ലോ ആണ്. ബലൂണിൽ കാറ്റ് ഊതി വീർപ്പിക്കുമ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടുമോ, അപ്പോൾ ബലൂൺ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ അത് ബലൂൺ വീർക്കുക, ഇതൊക്കെ എന്താണ്? അവഗേഡ്രോസ് ലോ ആണ്, അവഗേഡ്രോ നിയമമാണ്. സോ നമുക്ക് ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ മക്കളെ ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഈ ഐഡിയകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. മക്കളെ ഇതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ഒരു വർഷം നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് ഇക്വേഷൻസ്, സംയോജിത വാതക സമവാക്യവും അതുപോലെ തന്നെ ആദർശവാതക സമവാക്യവും. ദാറ്റ് മീൻസ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനും ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും. മക്കളെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് നിയമങ്ങളുടെ കൂട്ടമാണ്. ഏതൊക്കെയാണ് രണ്ട് നിയമങ്ങൾ? അതൊന്ന് ബോയിൽസ് ലോയും ചാൾസ് ലോയുമാണ്. ബോയിൽ നിയമവും ചാൾസ് നിയമവും കൂടുമ്പോഴാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ, സംയോജിത വാതക സമവാക്യം കിട്ടുന്നത്. എങ്ങനെയാണ് ആ സമവാക്യം? P1V1 ഡിവൈഡഡ് ബൈ T1 ഇസിക്കൽ ടു P2V2 ബൈ T2 ആണ്. ഓക്കെ, ഇനി എന്താ? ആദർശവാതക സമവാക്യമാണ്. എന്താ ആദർശവാതക സമവാക്യം എന്ന് പറഞ്ഞാൽ PV ഇസിക്കൽ ടു NRT ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയുള്ള ആറിനെ നിങ്ങൾ ഓർത്തു വെക്കണം, ഇതാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം. P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, V എന്ന് പറഞ്ഞാൽ വോളിയം ആണ്, N നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അഥവാ താപനിലയാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗ്യാസ് ലോസിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ പഠിക്കണം. ഒപ്പം തന്നെ മക്കൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ V അതേപോലെ തന്നെ P അതേപോലെ തന്നെ T ഇതിന്റെ യൂണിറ്റുകൾ അത് നമ്മൾ എഴുതുന്ന സമയത്ത് അതിന്റെ യൂണിറ്റുകൾ നമ്മൾ ഓർക്കണം. പ്രഷറിന്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ATM, മറ്റൊന്ന് പാസ്കൽ ആണ്. ബാർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്കിപ്പോൾ സിലബസിലില്ല. ഇനി ഒരു ATM എന്ന് പറയുന്നത് 1.01 × 10⁵ പാസ്കൽ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ആ റിലേഷൻ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷെ ഇത് നിങ്ങളോട് ചോദിക്കാം, പ്രഷറിന്റെ യൂണിറ്റുകൾ ഏതാണ് എന്നുള്ളത്. ഇനി വോളിയത്തിന്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് സെന്റിമീറ്റർ ക്യൂബ് ആവാം, മില്ലി ലിറ്റർ ആവാം, അല്ലെങ്കിൽ ലിറ്റർ ആവാം. അത് മൂന്നുമുള്ള റിലേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ് 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നത്, 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റുകൾ. ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി കെൽവിനും ഇവരെങ്ങനെയാണ് പരസ്പരം നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 കെൽവിനാണ്. അപ്പോൾ എങ്ങനെയാണ് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കെൽവിനിലേക്ക് മാറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോസും അതേപോലെ തന്നെ ഇന്നത്തെ മാരത്തോണിലൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഈ കണ്ടന്റ് ആണ്, ഈ കൺസെപ്റ്റ് ആണ്. ഇതിന്റെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇന്ന് രാത്രി നമ്മളുടെ മാരത്തോണിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. എല്ലാവരും ആ മാരത്തോൺ കാണാൻ വേണ്ടി വന്നേക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇനി നമുക്ക് ആകെ 2 എക്സാം കൂടിയാണുള്ളത്. കെമിസ്ട്രി ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാധാനമാണ്. പിന്നെ നമ്മുടെ മോഡലും പബ്ലിക്കും ഒക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് അടിപൊളിയാക്കാം. സോ മക്കൾ എല്ലാവരും മാരത്തോണിലേക്ക് വരും എന്നുള്ള ആ ഒരു വിശ്വാസം സാറിനുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. സോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മാരത്തോണിൽ കാണാം.